അത് വിമർശനമല്ലേ? അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞല്ല, സമഗ്രമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ തീരുമാനം എടുക്കുള്ളൂ. ആ ചർച്ച ചെയ്യേണ്ട ഫോറത്തിൽ ചർച്ച ചെയ്യുക തന്നെ ചെയ്യുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇല്ലല്ലോ. അഡാനിയുടെ വരവിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞ ശേഷം നിലപാടെന്ന് അറിയാം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇക്കാര്യത്തിലെടുത്ത അവരുടെ നിലപാടെന്താണെന്ന കാര്യവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അഡാനിയെയും കോൺഗ്രസിനും ഒന്നും അങ്ങനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് ശരിയല്ല. പിന്നെ അഡാനിക്കെതിരായിട്ട് എല്ലാ കാലത്തും മുഖാമുഖം യുദ്ധം ചെയ്യുന്ന ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അതേ മോഡിയുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഞങ്ങളല്ലല്ലോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം, അത് കഴിഞ്ഞിട്ടുള്ള നടപടിക്രമം 10 വർഷക്കാലമല്ലേ പിണറായി വിജയൻ ഭരിച്ചത്. ആ ഗവൺമെൻറ് കാലത്ത് ബന്ധമൊന്നും ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യം തന്നെയാണ് ഈ കാര്യത്തിൽ. ഒരിക്കലും സാധ്യമല്ല. അതെങ്ങനെ പറ്റും? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ അഡാനിക്ക് എങ്ങനെ MSC കമ്പനിയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടാൻ സാധിക്കും? അത് സാധിക്കില്ല. അല്ല, അതല്ല ഞാൻ പറഞ്ഞല്ലോ. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചർച്ച നടത്തണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ക്യാബിനറ്റിൽ ചർച്ച നടത്തണം, പാർട്ടിയിൽ ചർച്ച നടത്തണം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുമായിട്ട് ഈ കാര്യത്തിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം എടുക്കുള്ളൂ. അല്ലാതെ അങ്ങനെ ഏകപക്ഷീയമായിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധ്യമല്ല. അതെനിക്കറിയില്ല. എനിക്കറിയുന്ന കാര്യത്തെക്കുറിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. റൈറ്റ്. അതിപ്പോൾ ഞാനെല്ലാ കാലം ഞാൻ മദ്യം കുടിക്കാറില്ല, മദ്യത്തിൻ്റെ പ്രചാരകനുമല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ എന്ത് അഭിപ്രായം പറയാനാണ്? എല്ലാ കാലത്തും അറിയാമല്ലോ. ഈ സംസ്ഥാനത്തെക്കുറിച്ച് തന്നെ പലപ്പോഴും പരിഹാസരൂപേണ എല്ലാവരും പറയാറുണ്ട്. ഈ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നിൽക്കുന്നത് മദ്യത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടും ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടതാണ്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലല്ലോ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ തുടക്കക്കാരാരാണ്? പിന്നെ മദ്യഷാപ്പിനെ കുറിച്ചൊക്കെ തന്നെ പറയുമ്പോൾ എന്താ സ്ഥിതി? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 28 മദ്യഷാപ്പിൽ നിന്ന് ഇപ്പോഴെത്രയാ 941 മറ്റോ പിന്നെ ഈ പറയുന്ന ലിക്കർ ഷോപ്പുകൾ തുടങ്ങിയിരിക്കില്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്ന കാര്യമില്ല. ഞങ്ങളല്ല തുടങ്ങിയിരിക്കുന്നത്. ക്രമാനുഗതമായിട്ടത് കുറച്ച് കൊണ്ടുവരണമെന്നായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ ആഗ്രഹവും ആശയമൊക്കെ തന്നെ. എങ്ങനെ അതെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു. മദ്യത്തിൻ്റെ വില കുറച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ ടാക്സ് കുറച്ചോ അല്ല, ടാക്സ് കൂട്ടുക ചെയ്തിരിക്കുന്നത്. അതുണ്ടല്ലോ, LDFിൻ്റെ കാലത്തുണ്ടായിരുന്നല്ലോ, കൃത്യമായിട്ടുണ്ടായിരുന്നു. ഞാൻ മദ്യത്തെ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. എനിക്കതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഒരിക്കലില്ല. അത് പാർട്ടി ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഘടകകക്ഷികളുമായി ചർച്ച നടത്തി, ക്യാബിനറ്റുമായി ചർച്ച നടത്തി, ഏതൊക്കെ തന്നെ ഫോറത്തിലാണോ ചർച്ച നടത്തേണ്ടത് അവിടെയൊക്കെ തന്നെ ചർച്ച നടത്തിയ ശേഷം മാത്രമേ തീരുമാനം എടുക്കുള്ളൂ. ഓപ്പറേഷൻ തൂഫാനും ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അത് രണ്ടല്ലേ. അതെ, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒറ്റയടിക്ക് ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ സാധിക്കുമോ? ഈ പറഞ്ഞ ലഹരി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കുന്ന നാർക്കോട്ടിക് ഇതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, മറ്റേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഒറ്റയടിക്ക് നമ്മൾക്ക് ആ മദ്യ നിരോധനം നടപ്പിലാക്കാൻ സാധിക്കുന്നു ഒരു കാലത്തും കോൺഗ്രസ് പറഞ്ഞില്ല. ഗ്രാജുവലായിട്ട് അതിൻ്റെ ഉപഭോഗം അത് കുറച്ചു കൊണ്ടുവരണമെന്നാണ് എല്ലാ കാലത്തും കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. KPCC അധ്യക്ഷൻ നിർബന്ധമായിട്ടും കണ്ടെത്തണം. ആ കാര്യത്തെക്കുറിച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി വളരെ വളരെ ഗൗരവപൂർണ്ണമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതാണ് എൻ്റെ വിവരം. തീർച്ചയായിട്ടും വേണം. വേണ്ടതൊരു മുഴുവൻ സമയ പ്രസിഡൻ്റാണ്, അല്ലാതെ ഒരു അഡ്വൈസ് പ്രസിഡൻ്റൊന്നും ആവശ്യമില്ല. 24 മണിക്കൂറും പാർട്ടിക്ക് വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് പ്രസിഡൻ്റ് ആയിരിക്കണം. അത് ഞാൻ പറഞ്ഞതിലെല്ലാം അടങ്ങിയിരിക്കുന്നില്ല.
ദേശീയ നേതൃത്വം എന്നോട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യത്തിലും അവർ എന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടും. എൻ്റെ അഭിപ്രായം അവരെടുക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എന്നോട് ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണോ ഞാൻ അഭിപ്രായം പറഞ്ഞത് ഭാവിയിലും എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാലത്തും എല്ലാവർക്കും എല്ലാ പദവിയും എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ. ഇതൊരു ജനാധിപത്യ പാർട്ടിയല്ലേ. ഇവിടെ നോക്കിയാൽ കോമ്പീറ്റൻ്റായ എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര നല്ലവരായ കോൺഗ്രസ്സുകാരുണ്ട്. അവർക്ക് തന്നെ അക്കോമഡേഷൻ കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറഞ്ഞത്. അതൊക്കെ ഓരോ ഇൻഡിവിജ്വൽസിന് നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടൊക്കെ. ഈ DCC ഓഫീസ് എന്തെല്ലാം ഫ്ലക്സ് ഫണ്ട് ഉണ്ടായിട്ടുണ്ട്. എനിക്കേറായിട്ട് ഫ്ലക്സ് ഉണ്ടായിട്ടില്ല. ഞാൻ KPC പ്രസിഡൻ്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്താണ് ഇവിടുന്ന് ചോര തരാം നീര് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെ പോസ്റ്റ് വെച്ചിരിക്കുന്നത്. അതൊന്നും നോക്കണ്ട. കോൺഗ്രസ് ഒരു ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയല്ലേ. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഒരു 100% ഒരു കാഡർ ബേസ്ഡ് പാർട്ടിയല്ലല്ലോ കോൺഗ്രസ്. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രവണതകൾക്കുണ്ട്. പക്ഷേ അത് ശരിയല്ല. ഡിസിപ്ലിൻഡായിട്ടാണ് പാർട്ടി പോകേണ്ടത്. അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഈ കാര്യത്തിൽ ആഭ്യന്തരകാര്യമന്ത്രിക്ക് നല്ല താല്പര്യമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതൊക്കെ നീതിപൂർവമായിട്ടും നിർഭയമായിട്ടും കാര്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ പാരമ്പര്യമുള്ള ആളുകൾക്ക് അവർക്ക് അല്ല അതിപ്പം നോക്കി ദാറ്റ് ഈസ് അപ് ടു ദം. അവരാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഈ രാജ്യത്ത് ഒരു വിഭാഗീയ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിക്ക് സ്വീകരണം കൊടുക്കുന്നെങ്കിൽ ആ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമുള്ളത്? ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അതല്ലല്ലോ വേണ്ടത്. അത്തരം നടപടി ശരിയല്ല എന്നല്ലേ പറയേണ്ടത്. അതിന് പകരമായിട്ട് അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും സ്വീകരണം കൊടുത്തു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് നല്ല നടപടിയാണ്. ഇത് തന്നെയാണ് പേരാമ്പ്രയിൽ ഉണ്ടായിരിക്കുന്നത്. ഓർക്കണം.